ഭഗവാന്റെ പ്രസന്നമായ മുഖകമലത്തെ നാം ധ്യാനിച്ചു. ഇനി 30-ാം ശ്ലോകത്തിൽ ആ വിശ്വമോഹന രൂപത്തിൻ്റെ വസ്ത്രധാരണത്തെയും അലങ്കാരങ്ങളെയും കുറിച്ച് സൂത പൗരാണികൻ വിവരിക്കുന്നു. ഭക്തമനസ്സുകളെ ഭഗവാനിലേക്ക് ആനയിക്കുന്ന അതിമനോഹരമായ വർണ്ണനയാണിത്. 30-ാം ശ്ലോകം. പീതാംബരധാരിയായ ഭഗവാൻ. ഭഗവാന്റെ വസ്ത്രത്തെയും ആഭരണങ്ങളെയും കുറിച്ചാണ് ഈ ശ്ലോകം സംസാരിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. പീതാംബരധരം ദേവം വനമാലാ വിഭൂഷിതം കൗസ്തുഭേന മണിശ്രേഷ്ഠേന വക്ഷസ്ഥലവിരാജിതം. പദാനുപദ അർത്ഥം. പീതാംബരധരം മഞ്ഞ നിറത്തിലുള്ള പട്ടുടുപ്പിനെ ധരിച്ചവൻ. ദേവം പ്രകാശസ്വരൂപനായവനെ. വനമാലാ വിഭൂഷിതം വനപുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയാൽ വനമാലയാൽ അലംകൃതനായവൻ. കൗസ്തുഭേന കൗസ്തുഭം എന്നു പേരുള്ള മണിശ്രേഷ്ഠേന മണികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട്. വക്ഷഃ സ്ഥലവിരാജിതം മാറത്തോട് വക്ഷസ്ഥലം ചേർന്ന് ശോഭിക്കുന്നവൻ. ശ്ലോകത്തിൻ്റെ സാരാംശം. മഞ്ഞപ്പട്ടുടുത്തവനും വനപുഷ്പമാലകളാൽ അലംകൃതനും രത്നങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കൗസ്തുഭമണി തൻ്റെ മാറിൽ അണിഞ്ഞു ശോഭിക്കുന്നവനുമായ ആ ദേവൻ വിരാജിക്കുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ വർണ്ണനയിൽ ഓരോ അലങ്കാരത്തിനും ഗഹനമായ അർത്ഥങ്ങളുണ്ട്. പീതാംബരം യെല്ലോ സിൽക്ക് മഞ്ഞ നിറം പവിത്രതയുടെയും ആത്മീയ ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ചൈതന്യത്തെയും ബുദ്ധിയെയും ഇത് പ്രതിനിധീകരിക്കുന്നു. വനമാല ഫോറസ്റ്റ് ഗാർലൻഡ് സകല ലോകങ്ങളും ഭഗവാന്റെ അംഗങ്ങളാണെന്നും പ്രകൃതി ഭഗവാന്റെ ശരീരമാണെന്നും വനമാല സൂചിപ്പിക്കുന്നു. വിവിധ ജീവജാലങ്ങൾ ആ മാലയിലെ പൂക്കൾ പോലെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു. കൗസ്തുഭമണി പാലാഴി മഥനത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഈ രത്നം ഭഗവാന്റെ മാറിൽ ശോഭിക്കുന്നത് സകല ഐശ്വര്യങ്ങളുടെയും ലക്ഷ്മി ദേവിയുടെയും വാസസ്ഥാനം ഭഗവാനാണെന്ന് കാണിക്കാനാണ്. തത്വചിന്താപരമായി ഇത് വിദ്യ അഥവാ ശുദ്ധമായ അറിവിനെ സൂചിപ്പിക്കുന്നു. ഗുരുനാഥന്റെ ഉപദേശം. വത്സ, ഭഗവാൻ തൻ്റെ മാറിൽ ഒരു രത്നത്തെ വഹിക്കുന്നു. അതുപോലെ നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കേണ്ട രത്നം സത്യമാണ്. വസ്ത്രധാരണം കൊണ്ട് ശരീരം അലങ്കരിക്കുന്നതിനേക്കാൾ ഗുണങ്ങൾ കൊണ്ട് ആത്മാവിനെ അലങ്കരിക്കാനാണ് പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ ഈ രൂപം മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ നിന്റെ ചിന്തകളും ആ വനമാല പോലെ സുഗന്ധമുള്ളതാകട്ടെ. ഭഗവാന്റെ തിരുമാറിലെ ശോഭ നാം കണ്ടു. ഇനി 31-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ കൈകളിൽ ശോഭിക്കുന്ന മുരളികയെക്കുറിച്ചും അതായത് ഓടക്കുഴലിനെക്കുറിച്ചും അവിടുത്തെ സ്നിഗ്ധമായ കടാക്ഷത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.